ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 280-ാം ദിവസം. സൂറത്തുൽ ബഖറ 274. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. സ്വന്തം മുതലുകൾ രാവും പകലും പരസ്യമായും പരോക്ഷമായും ധർമ്മമാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അവരുടെ നാഥങ്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. അവർ ഭയപ്പെടാനോ ദുഃഖിക്കാനോ സംഗതിയാവുന്നതല്ല. ചെലവഴിക്കുക എന്നത് ഒരു ശീലമായി തീർന്നവർ നിർബന്ധിതരായി ഏതോ ഒരു നേരത്ത് നൽകുകയല്ല. എൻ്റെ കയ്യിലുള്ള സമ്പത്ത് സൃഷ്ടാവായ അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണെന്നും അത് അള്ളാഹുവിന് തൃപ്തികരമായ വിധം അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളതാണെന്നും ഉറച്ച ബോധ്യത്തോടെ നൽകിക്കൊണ്ടേയിരിക്കുന്നവർ. രാവും പകലും ധർമ്മമാർഗത്തിൽ ചെലവഴിക്കാനുള്ള അവസരമാണ് അവർക്ക്. രഹസ്യമായി നൽകേണ്ടത് രഹസ്യമായും പരസ്യമായി നൽകേണ്ടത് പരസ്യമായും അവർ നൽകും. തുറന്ന മനസ്സോടെയും ഒട്ടും അഹങ്കാരമില്ലാതെയും. ദുനിയാവിൽ നിന്നുള്ള എന്തെങ്കിലും പ്രത്യുപകാരമോ നന്ദി വാക്കോ അല്ല അവരുടെ പ്രചോദനം. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇത്തരക്കാർക്ക് വലിയ സന്തോഷ വാർത്തയാണ് ഈ സൂക്തം. അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അവർ ചെലവഴിക്കുന്ന സമ്പത്തിൽ നിന്ന് അല്പം പോലും വെറുതെയാവില്ല. അത് വളർന്നുകൊണ്ടേയിരിക്കും. മഹത്തായ പ്രതിഫലമായി അള്ളാഹു അത്തരക്കാർക്ക് തിരിച്ചു നൽകും. അവർക്ക് ഏറ്റവും പ്രയോജനകരമായ നേരത്തായിരിക്കും അത് ലഭിക്കുക. ചെലവഴിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെങ്കിൽ 700 മേനി വിളയുന്ന വിത്ത് പോലെയാണ്. വിത്ത് വിതക്കുന്ന കർഷകന് വിത്ത് നഷ്ടപ്പെട്ടല്ലോ എന്ന വേവലാതിയല്ല ഉള്ളത്. ആ വിത്തുകൾ മുളച്ച് വളർന്ന് വിളഞ്ഞ് ലഭിക്കുന്ന ഫലമാണ് പ്രതീക്ഷ. ശൈത്വാൻ എത്ര തന്നെ ദാരിദ്ര്യം പറഞ്ഞ് ഭയപ്പെടുത്തിയാലും സ്വത്ത് കുറഞ്ഞു പോകുന്നതിനെക്കുറിച്ച് കണക്ക് നിരത്തിയാലും ധർമ്മമാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് ഒട്ടും ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടിയും വരില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.